അസ്സലാമു അലൈക്കും. ഹലോ ഹായ്. ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഇന്നലെ എനിക്ക് വ്ലോഗ് ഇടാൻ പറ്റിയില്ല, കുറച്ച് അധികം തിരക്കൊക്കെ കാരണം. അപ്പോൾ ഇന്ന് ഞാൻ അത്യാവശ്യം നല്ലൊരു വ്ലോഗായിട്ട് തന്നെ വന്നിരിക്കുന്നത്. 2 ദിവസത്തെ വ്ലോഗ് ഒരുമിച്ചുള്ളതാണ് കേട്ടോ. ചക്ക വന്നിട്ടുണ്ടായിരുന്നു, ഇതിനെ വെട്ടിക്കൂട്ടി നമുക്കിനി ചക്ക കൂട്ടാൻ വയ്ക്കണം. ചക്ക കൂട്ടാൻ ഫേവറേറ്റ് ആയിട്ടുള്ളവർ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഉമ്മ രാവിലെ തന്നെ ചോറ് വെച്ചു. ശരിക്കും പറഞ്ഞാൽ ചക്കക്കൂട്ടാൻ വെക്കുന്ന ദിവസം ചോറിൻ്റെ ആവശ്യമില്ല അല്ലേ. നമ്മളൊക്കെ വെറും ചക്കക്കൂട്ടാൻ കഴിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. പിന്നെ രാവിലെ ദോശയും ചെറുപയറും ആയിരുന്നു ഇന്നത്തെ എന്താ പറയുക ഒരു ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ, ദോശയും ചെറുപയറും തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവരും ദോശയും ചെറുപയർ കറിയൊക്കെ കഴിച്ച ശേഷം ബാക്കിയുള്ള പരിപാടികളിലോട്ടൊക്കെ പോവാണ് കേട്ടോ. പിന്നെ റിഹാൻക്കും അയാൻക്കും എല്ലാവർക്കും കൊടുത്തു, പിന്നെ ഞങ്ങളും കഴിച്ചു കേട്ടോ. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക. വെക്കേഷനൊക്കെ എല്ലാവരുടെയും കഴിയാനായോ? എല്ലാവരും വീട്ടിൽ തിരിച്ചെത്തിയോ? എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് മദ്രസ തുറന്നില്ലേ എന്നുള്ളത്. മദ്രസ തുറന്നിട്ടുണ്ട് കേട്ടോ, നമുക്ക് പോകണം. ഞാൻ ഒരു അത്യാവശ്യ കാര്യത്തിനാണ് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതാ ചക്ക അതിനെ വെട്ടി ഇതാക്കുകയാണ്. ആദ്യം മഴ വെച്ചിട്ടാണ് വെട്ടിയത്, പക്ഷേ ശരിയായില്ല കേട്ടോ. പിന്നെ കത്തി വെച്ചിട്ട് അതിനെ ഇതാക്കുകയാണ്. ചക്ക വെട്ടാൻ എനിക്കറിയില്ല, ഉമ്മയും ഉപ്പയും ഒക്കെയാണ് ഇവിടെ ചക്ക വെട്ടാറ് കേട്ടോ. അപ്പോൾ ഇതാ ചക്കനെ ഈ ഒരു ലെവലിലാക്കിയിട്ട് അതിനെ ആദ്യം ഈ ഒരു ലെവലാക്കും, പിന്നെ ഇതാണ് ഇങ്ങനെ ആക്കുന്നത്. സത്യം പറഞ്ഞാൽ ചക്കൻ്റെ ഒരു പരിപാടി എനിക്കറിയില്ല. പഴുത്ത ചക്ക പോലും മുറിക്കാൻ എനിക്കറിയില്ല. അവിടെ ഉമ്മയാണ് പഴുത്ത ചക്കയ്ക്ക് മുറിക്കാറ്. അങ്ങനെ ഏകദേശമൊക്കെ വെട്ടി ശരിയാക്കി അതിലോട്ട് 2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിനി മുളക് പൊടി 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളം കേട്ടോ. ഈ ചക്ക വേവിക്കാൻ ആവശ്യമുള്ള വെള്ളമാണ്. നമ്മൾ അടുപ്പത്താണ് കേട്ടോ ചക്ക വേവിക്കുന്നത്. കുക്കറിൽ വേവിക്കാനും ഭയങ്കര ഈസിയാണ്. അങ്ങനെ അടുപ്പിൽ കയറ്റിയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ പാലക്കാട് ആ സൈഡിലോട്ട് ഈ ഒരു ചക്കക്കൂട്ടാനില്ല, അതായത് തമിഴ്നാട് ഞങ്ങളുടെയൊക്കെ സൈഡിലോട്ട് ഈ ഒരു ചക്കക്കൂട്ടാൻ ഞാൻ കണ്ടിട്ടില്ല. അവർ ചക്ക ഉപ്പേരി അങ്ങനെയൊക്കെ വെക്കുന്നതാണ് കണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് അരപ്പിന് ചെറുള്ളി, അതുപോലെ വെളുത്തുള്ളി, കറിവേപ്പില, ജീരകം, ചെറിയൊരു പീസ് ഇഞ്ചി ഉണ്ടോ എനിക്ക് ഡൗട്ടാണ്, പിന്നെ തേങ്ങ എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. വേവിച്ച് വെച്ച് നമ്മുടെ ചക്ക നന്നായി വെന്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഉടയ്ക്കണം കേട്ടോ. ഇനി ആ ഒരു പ്രോസസ്സേ ഉള്ളൂ. അതിലോട്ട് ആ തേങ്ങ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട്. അത്യാവശ്യം തേങ്ങ വേണം കേട്ടോ ഇതിലോട്ട്. അരപ്പ് കുറച്ച് അരപ്പായി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ചക്ക എത്ര ഉണ്ടോ അതിനനുസരിച്ച് ക്വാണ്ടിറ്റിയിലാണ് ഇത് എടുക്കേണ്ടത് കേട്ടോ. പിന്നെ ഇവിടെ നല്ല തേങ്ങാപ്പാൽ ഒഴിച്ച മീൻകറിക്ക് വേണ്ടിയിട്ട് വെള്ളത്തിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചെറിയുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇച്ചിരി മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിലോട്ട് എന്താ പറയുക കുരുമുളക് പൊടിയും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് അവിടെ അടച്ച് വെക്കട്ടെ. കുക്കാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടില്ല, നമ്മൾ അതിന് മുമ്പ് തേങ്ങാപ്പാൽ എടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു തേങ്ങയുടെ പാലെടുക്കുന്നുണ്ട്. അതിലോട്ട് ഇച്ചിരി ജീരകം ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരച്ചിട്ട് തേങ്ങാപ്പാലും അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് പച്ചമുളക്, കറിവേപ്പില, ഇച്ചിരി കുടംപുളി കേട്ടോ. പിന്നെ നമ്മളിതിലോട്ട് അധികം പുളിയില്ലാത്ത മാങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ മീൻ കഷ്ണങ്ങളും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് വന്ന ശേഷം ഏത് ടൈപ്പ് മീൻ കഷ്ണങ്ങളും ചേർത്ത് കൊടുക്കാം. ചെമ്മീനാണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഏകദേശം വന്ന ശേഷം നമ്മളിവിടെ താളിച്ചെടുക്കുന്നുണ്ട്. ഉലുവയും ചെറിയുള്ളിയും കറിവേപ്പിലയാണ് നമ്മളിവിടെ താളിച്ചിട്ട് ഒഴിക്കുന്നത്, നല്ല വെളിച്ചെണ്ണയിൽ കേട്ടോ. അപ്പോൾ ഈ ഒരു ലെവലിലായിട്ടുണ്ട്. അടച്ച് വയ്ക്കുക, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ നമ്മുടെ നോർമൽ ഫിഷ് കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. 2 ടൈപ്പ് ഫിഷാണ് ഉണ്ടായിരുന്നത്. ഒന്ന് നമ്മുടെ വൈറ്റ് കേദറ, പിന്നെ ഒന്ന് തളയെന്നൊക്കെ പറയില്ലേ, ആ ഒരു ടൈപ്പ് മീനാണ് കേട്ടോ അത്. അപ്പോൾ അതിൻ്റെ തലയും വാലൊക്കെ ഇട്ടിട്ട് കുറച്ച് കറി ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ ചക്കക്കൂട്ടാനിലോട്ട്. അപ്പോൾ വൈറ്റ് കേദറ ഞാനിവിടെ മസാലയും പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കപ്പയൊക്കെ റെഡിയായപ്പോൾ ചക്കയൊക്കെ റെഡിയായപ്പോൾ ഒന്ന് കുത്തി ഉടച്ചിട്ട് കടുകും കറിവേപ്പിലിട്ട് താളിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് അടച്ച് വെച്ച് പിന്നെ നമ്മൾ തുറക്കാൻ നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ചക്കക്കൂട്ടാൻ കൊതിയുള്ളവരും കുറേ കാലമായി കഴിച്ചു എന്നുള്ള ഒരു ഇതുണ്ടാവില്ലേ, അങ്ങനെയുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യുക. നമ്മളും കുറേ കാലമായിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിച്ചത്. അപ്പോൾ വെച്ചപ്പോൾ കുറച്ചധികം അങ്ങ്
അവിടെ തന്നെ നിക്കണേ. മത്തിയാരോ ആ കോപ്പിറൈറ്റ് വരാണ്ടിരിക്കാൻ അവൾ തന്നെ പാട്ട് പാടി ഡാൻസ് കളിച്ച് തന്നതാണ് കേട്ടോ എനിക്ക്. അങ്ങനെ ലഞ്ച് ടൈം ആയപ്പം പിള്ളേർക്ക് ചക്കക്കൂട്ടാനും ചോറും ഫിഷ് കറിയും ഫിഷ് ഫ്രൈ ഒക്കെ ആയിട്ട് നമ്മൾ ഫുഡ് കൊടുത്തു. അതിൻ്റെ ഇടയിൽ എൻ്റെ മോൻ അയാൻകുട്ടി ചോറേ കഴിക്കില്ല ഇങ്ങനത്തെ കൂട്ടാനുണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഇതാണ്. നല്ല പൊരിച്ച മീൻ, അതിൻ്റെ കൂടെ നമ്മുടെ തോളൂർ ചമ്മന്തി, പിന്നെ കണ്ണിമാങ്ങ അച്ചാർ, ചക്കക്കൂട്ടാൻ, ഫിഷ് കറി. ഇതാണ് ഞാൻ കഴിച്ചത്. ചോറൊന്നും ഞാൻ കഴിച്ചേ ഇല്ല കേട്ടോ. എൻ്റെ ഫേവറേറ്റാണ്. ഇതിലോട്ട് ബീഫ് ഉണ്ടെങ്കിലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കൂട്ടാനൊക്കെ കഴിച്ച് ഇന്ന് ഇക്ക വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. എത്താൻ സമയമായപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഫ്രണ്ടിൽ പോയി വെയിറ്റ് ചെയ്യാണ്. കുറേ പേര് അവിടെ ഇരുന്ന് മുഷിഞ്ഞു, കുറേ പേര് എന്താ പറയുക മതിയായിട്ട് ഉള്ളിലൊക്കെ പോയി. ചൂടല്ലേ, ഈവനിങ് പോലും പുറത്തിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ കാത്തിരുന്ന് ഞാനും നമ്മുടെ അസ്ലിക്കുട്ടിയാണ് ഫുൾ ടൈം അവിടെ ഇരുന്നത്. അത്ത വരുന്നത് വരെ അവിടെ ഇരുന്നത് കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ എണിച്ച് പോകും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വന്നതും പിള്ളേർക്ക് എല്ലാവർക്കും ചോക്ലേറ്റ് കൊടുത്തു. അവൾക്ക് 2 എണ്ണം കിട്ടിയെന്നുള്ള സന്തോഷത്തിലാണ് കേട്ടോ. അവൾ ഭയങ്കര ഹാപ്പിയിലാണ്. അങ്ങനെ ഞങ്ങൾ ഡിന്നറെല്ലാം കഴിച്ച് ഉറങ്ങി എണിച്ച് ഈ ഒരു അവസ്ഥയാണ് ഇപ്പം ഉള്ളത്. അപ്പോൾ ഇക്കാക്ക് ചായ എല്ലാം കൊടുത്തു. അപ്പോഴത്തേക്ക് നമ്മുടെ കുട്ടിപ്പടകളൊക്കെ എണീച്ച് അവിടെ വന്നിരുന്നു. അത്ത വന്നു കഴിഞ്ഞാൽ പിന്നെ അവൾ ഫുൾ ടൈം അത്താൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ സോപ്പിട്ട് നിൽക്കും. എന്തേനു റോനിക്ക് എണിച്ചില്ലേ? എന്തേ? ഓ കൊണിച്ചിപ്പാറു നാണം വന്നു. നാണോ? ഞാൻ ഒറ്റയ്ക്ക് പാർക്കിൽ പോകുമല്ലോ. റോനിക്കുട്ടി മാത്രം എണിച്ചിട്ടില്ല, അവൻ ഉറങ്ങുകയാണ്. ബാക്കി എല്ലാവരും എണിച്ചു. ഇവളൊക്കെ നേരത്തെ തന്നെ എണിച്ചു കേട്ടോ. ഇപ്പോൾ ഡ്രസ്സില്ലാണ്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ അവൾ നിർത്താറേ ഇല്ല. ആ ഒരു വീഡിയോ നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. എഡിറ്റ് ചെയ്യാൻ ടൈമില്ലാഞ്ഞിട്ടാണ്. വീഡിയോസൊക്കെ കയ്യിലുണ്ട്, ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇടാം കേട്ടോ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല പൂരിയും അതിൻ്റെ കൂടെ നല്ല മസാല ചെറുപയർ പിന്നെ ഫിഷ് കറിയൊക്കെ ഉണ്ടായിരുന്നു. അത് വേണമെന്നുള്ളവർക്ക് അതും കഴിക്കാം. അങ്ങനെ ഫുള്ള് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ടിപ്സ് ഉണ്ട്, അത് അനിയത്തി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഗോതമ്പിലോട്ട് മൈദയും റവയും ഒക്കെ മിക്സ് ചെയ്യണം. അതിൻ്റെ അളവ് നമ്മൾ കറക്റ്റായിരിക്കണം കേട്ടോ മിക്സ് ചെയ്യണത്. അതേപോലെ ഹെയർ പാക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ റീലുണ്ടോയെന്നൊക്കെ. റീല് ഞാൻ ചെയ്യാം കേട്ടോ. ഹെയർ പാക്കിൻ്റെ നല്ല മുടിയൊക്കെ സ്മൂത്തായിട്ട് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇക്കാക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കൊണ്ടുവച്ചു. നമ്മൾ മോർണിംഗ് എന്തായാലും നോൺ വെജ് ഇന്നൊന്നും ഉണ്ടാക്കിയില്ല, വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. ലഞ്ചും പിന്നെ നമ്മൾ പുറത്ത് പോകുന്നുണ്ട്, എന്തായാലും അവിടെ നിന്നും കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. കുട്ടിപ്പടകൾ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ കോബ്രയുടെ ഒക്കെ ഇത് കാണിച്ചിട്ട് അയൻകുട്ടി ഇങ്ങനെ അതൊക്കെ കാണിക്കുകയാണ്. അപ്പുറത്ത് ഭയങ്കര വഴക്കും വെക്കാനൊക്കെയാണ് കേട്ടോ. അസ്ലി എങ്ങനെയെന്ന് പറഞ്ഞാൽ പെർമിഷൻ ഇല്ലാണ്ട് അവളുടെ ബോഡിയിൽ ആര് ടച്ച് ചെയ്യുന്നതും അവൾക്ക് ഇഷ്ടമല്ല. അതിനിപ്പോൾ ആരാണെങ്കിലും അവളുടെ ഉമ്മയാണെങ്കിൽ കൂടെ അവൾക്കത് ഇഷ്ടമല്ല. വേണ്ടാന്ന് പറഞ്ഞാൽ അവൾ മാറി നിൽക്കും. അത്രയും ദേഷ്യമാണ് അവൾക്കത്. ആമയാണെങ്കിൽ ബോഡി ഭയങ്കര ഫ്ലെക്സിബിളാണ്. അവളിങ്ങനെ ഓരോന്ന് കാണിക്കുകയാണ്. അവളുടെ വയറൊക്കെ ഇങ്ങനെ അവൾ മടക്കണ കാണണം, അത്രയും ഫ്ലെക്സിബിളാണ് കേട്ടോ. ആമയായാലും എപ്പോഴും അങ്ങനെ തന്നെ, ഒരു കണ്ടത്തിൽ ചേരൂല എന്ന് പറയില്ലേ, അങ്ങനെയാണ് കേട്ടോ രണ്ടും. അങ്ങനെ അത്താക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഞാൻ പോയപ്പോഴത്തേക്കും പിള്ളേരൊക്കെ അവിടെ വന്ന് ഒരു സമാധാനം കൊടുക്കാത്ത രീതിയിലായി. ഫുഡ് കഴിക്കുമ്പോൾ പോലും സമാധാനമില്ല. അങ്ങനെ ഇവളുടെ ഏറ്റവും വലിയ ഡ്രീമിനെ കുറിച്ചാണ് ഇവള് സംസാരിക്കുന്നത്. കാണിക്കണേ ശരിക്കും പറയടി, നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താന്ന് പറയോ? ഉറക്കനെ പറ.
ആ ഏത് ജാസ്മിൻ്റെ കയ്യിൽ? ആണോ? ഞാൻ കണ്ടിട്ടില്ല. ആണോ? ഓ പിന്നെ ജാസ്മിൻ്റെ ഷോർട്സ് ഞാൻ നോക്കിയിരിക്കല്ലേ പോയി കാണും. അങ്ങനെ ജാസ്മിൻ ജാഫറിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവൾക്ക് പോലും ഇപ്പം ഇഷ്ടമല്ല. ബിഗ് ബോസ് കണ്ട ശേഷം കേട്ടോ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ വീട്ടിലോട്ട് 2 അതിഥികൾ വന്നിരിക്കുകയാണ്. എൻ്റെ എളാപ്പാൻ്റെ മോനും മരുമോളുമാണ്. അവർ വന്ന് കുറച്ച് സമയമൊക്കെ സംസാരിച്ച ശേഷം പോയിട്ടോ. ലഞ്ചിനൊന്നും നിന്നില്ല. ഇനി ഞങ്ങൾ ലഞ്ചെല്ലാം കഴിച്ചിട്ട് നമ്മൾ പിള്ളേർ എന്താ പറയുക ആവേശം കാണണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആവേശത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ ടിക്കറ്റ് എന്തോ ഭാഗ്യത്തിന് കിട്ടി. ലാസ്റ്റ് ടൈമിൽ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇക്ക വീട്ടിൽ വരുന്ന വരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വിസ്മയ തിയേറ്ററിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് നോക്കിയപ്പോൾ കിട്ടി. നമുക്ക് ബാക്കിലൊക്കെ ഇരിക്കണതാണ് ഇഷ്ടം, പക്ഷേ ഇതൊരു സെൻട്രലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 3:30ക്കാണ് കേട്ടോ ഷോ ഉണ്ടായിരുന്നത്. നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഇറങ്ങുമ്പോഴത്തേന് 2:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിള്ളേരെല്ലാം റെഡിയായി ഇതാക്കണ്ടി. അപ്പോൾ ഉമ്മാനെ വിളിച്ചപ്പോൾ പറഞ്ഞു അത് ആടുജീവിതം ആയതുകൊണ്ട് ഞാൻ വന്നതാണ്, അത് കാണാനുള്ളൊരു ത്വരയിൽ വന്നതാണ്, ഇനിയൊന്നും ഞാൻ വരത്തില്ല എന്നും പറഞ്ഞിട്ട് ഉമ്മ അങ്ങനെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ മത്തിയടിക്കിയ പോലെ കയറിയിട്ട് ഞങ്ങൾ നേരെ ഇപ്പോൾ പെരിന്തൽമണ്ണയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 1 മണിക്കൂറൊന്നും വേണ്ടല്ലോ, അടുത്താണല്ലോ പെരിന്തൽമണ്ണ. അപ്പോൾ പലരും എന്നോട് ഇപ്പോഴും നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അലനല്ലൂർ എവിടെ എന്നുള്ളത്. ചുണ്ടോട്ടൂന്ന് കഴിഞ്ഞ് സ്കൂളും കഴിഞ്ഞ് നമ്മുടെ ഒരു പള്ളിയില്ലേ അതിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ എൻ്റെ വീട്. അലനല്ലൂർ അറിയുന്നവർക്കൊക്കെ അതറിയാൻ പറ്റും. എടത്തനാട്ടുകര റൂട്ടിലെ ഒരു ഷോർട്ട് കട്ട് ആദ്യം കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയി തിയേറ്ററിലെത്തി. അവിടെ ഇക്ക ടിക്കറ്റൊക്കെ എടുത്തു. ഇനി നേരെ പോകണം. ആദ്യമൊന്നും മേടിക്കുന്നില്ല എന്ന് വിചാരിച്ചു. പിന്നെ പിള്ളേരെ ഒതുക്കി ഇരുത്തണമെങ്കിൽ എന്തെങ്കിലും പോപ്കോൺ എന്തെങ്കിലും മേടിച്ച് കയ്യിൽ കൊടുക്കേണ്ടി വരുമെന്ന് ഉറപ്പാണ്. അങ്ങനെ നമ്മൾ പോപ്കോണൊക്കെ മേടിച്ചു കൊടുത്തു. പിന്നെ ഇൻ്റർവെല്ലിനൊന്നും മേടിക്കുന്നില്ല എന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചു. കാരണം നമ്മൾ എന്തായാലും ജസ്റ്റ് ലോഫിൽ പോകാമെന്നുള്ള ഒരു പ്ലാനിങ് ഉണ്ട് കേട്ടോ. അത് കാരണമാണ്. അങ്ങനെ ഓരോരുത്തർക്ക് കാരമലൈസ് ചെയ്തിട്ടുള്ള പോപ്കോണും മസാലയും ഒക്കെ മേടിച്ച് നമ്മൾ ഫിലിമെല്ലാം കണ്ട് കഴിഞ്ഞു. എൻ്റെ അമ്മോ ഭയങ്കര തമാശയും ചിരിയായിരുന്നു കേട്ടോ ഫിലിം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ലതായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ നേരെ ജസ്റ്റ് ലോഫിലോട്ട് പോയിട്ടോ. അതേപോലെ ഫിലിമിന് തിയേറ്ററിൽ കയറി കഴിഞ്ഞാൽ പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കണ്ടു കഴിഞ്ഞ് നേരെ പോന്നു. അങ്ങനെ നമ്മളിത് അവിടെ ജസ്റ്റ് ലോഫിൽ കയറി അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എവിടെയും ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ് പെണ്ണ്. നമ്മുടെ തൊട്ടപ്പുറത്തെ ടേബിളിൽ ഒരു സ്പെഷ്യൽ ആളുണ്ട്. നിങ്ങളൊന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടതാണ്, പോയി പരിചയപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പുറത്ത് കണ്ടില്ലേ, ആരാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അങ്ങനെ നമ്മളവിടെ ഓർഡർ ചെയ്തത് കുട്ടികൾക്ക് 2 ഷേക്ക് ഓർഡർ ചെയ്തു. കാരണം അവർക്ക് നോൺ വെജ് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഷേക്ക് ഓർഡർ ചെയ്തു. പിന്നെ ഫ്രൈസ് ഓർഡർ ചെയ്തു. ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. വന്നതും ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ചിക്കൻ്റെ വിങ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതും നല്ല ടേസ്റ്റ്. പിന്നെ ബർഗർ 2 ടൈപ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിള്ളേർക്ക് ലീഫൊന്നും വെക്കാത്തത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് അങ്ങനത്തെ ഓർഡർ ചെയ്തു. നമ്മൾ ഇതുപോലത്തെ വെജിറ്റബിളൊക്കെ വെച്ച് തന്നെയാണ് ഓർഡർ ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ ബർഗർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊതുവേ, നല്ല ടേസ്റ്റാണ്. അതിനുശേഷം നമ്മൾ സ്റ്റീക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മൊജിറ്റോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മൊജിറ്റോ തന്നെയാണോ? മൊജിറ്റോ. പിന്നെ നമ്മുടെ ഈ വെറ്റിലൊക്കെ വെച്ചിട്ടുള്ള ഒരു ഐറ്റംസ് ഉണ്ടായിരുന്നു. എനിക്ക് അതിൻ്റെ പേര് കിട്ടുന്നില്ല. പിന്നെ ഇതാ ബീഫ് സ്റ്റീക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇവരുടെ സോസാണ് കേട്ടോ എടുത്ത് പറയേണ്ടത്. നല്ല ടേസ്റ്റാണ് സോസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതാണ് ബോംബെ ഗുലാബിയോ അങ്ങനെ എന്തോ ആണ് കേട്ടോ ഇതിൻ്റെ പേര്. അപ്പം അതും ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, റോനി അങ്ങനെ സ്ട്രോബെറിയുടെ മൊജിറ്റോയോ അങ്ങനെ എന്തോ ആണ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അവിടുന്ന് ബില്ലെല്ലാം കൊടുത്ത ശേഷം ഇനി നേരെ വീട്ടിലോട്ട് പോകാൻ പോവാണ്. ഉമ്മാക്കും ഉപ്പാക്കും 2 ബർഗർ നമ്മൾ പാർസലും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ എന്താ പറയുക കുഞ്ഞു വ്ളോഗ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. 2 ദിവസത്തെ വ്ളോഗാണ്.
നിങ്ങൾക്ക് ഈ വ്ളോഗൊക്കെ ഇഷ്ടമായിച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമ്മുടെ FBയും ഇൻസ്റ്റയും അതുപോലെ യൂട്യൂബൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ പോകുന്നതിൻ്റെ ഇടയിൽ മോൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വോമിറ്റിങ്ങിൻ്റെത് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ കാറൊക്കെ നിർത്തി വീട്ടിലെത്തുമ്പോഴേക്കും കുറച്ച് സമയമായി. ഇനിയിപ്പോൾ ഇക്ക നേരെ പോവുകയാണ്, വണ്ടിയിൽ നിന്ന് ഇറങ്ങണമൊന്നുമില്ല, നേരെ പാലക്കാട്ടിലോട്ട് പോവുകയാണ്. നാളെ രാവിലെ മധുരയ്ക്കും പോകണം കേട്ടോ. അവിടെയാണ് നാളത്തെ ഡ്യൂട്ടി. അപ്പോൾ പിള്ളേരൊക്കെ ബായ് പറഞ്ഞു. എല്ലാവരും അകത്ത് പോയി, ഒരാളൊഴിച്ച്. അയാളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വലുതാകുമ്പോൾ ഈ സ്നേഹമൊക്കെ ഉണ്ടാവുമെന്ന് പഠിച്ചോന്നറിയാം. ഇക്ക പോയിട്ട് ഇരിക്കണത് കണ്ടില്ലേ അവള്. ജോലിക്കാ സങ്കടായോ? അത്തനി പിന്നെ വരും കേട്ടോ. ഇനി അടുത്ത ആഴ്ച വരും കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. ഇവിടെ നോക്കിയിട്ട് ഗുഡ് നൈറ്റ് പറ. എന്നാ ഇങ്ങോട്ട് വാ നീ.